നിറഞ്ഞ നാട്ടുകാരൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് നടത്തിയിട്ടുള്ള ഈ മാർച്ചിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് സ്വാഗത പ്രാസംഗികനും അതുപോലെ അധ്യക്ഷനും ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുമ്പിലേക്ക് നിരവധി തവണ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നണിയിലെ വിവിധ ഘടകകക്ഷികളുമൊക്കെ സമരം നടത്തി. ആ സമരമൊക്കെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും അഴിമതിയുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നുവെങ്കിൽ ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത, പഞ്ചായത്ത് ഭരണസമിതിയെ ആ ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കൊണ്ട് ഈ പഞ്ചായത്തിൽ വീണ്ടും ഭരണത്തിൽ വരാൻ കഴിയില്ല എന്നതുകൊണ്ട് ഭരണസമിതി ഭരണപരമായ സമ്മർദ്ദം ചെലുത്തിയും സാമ്പത്തികമായി വലിയ തോതിൽ സഹായം ചെയ്തും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ ആകെ വിലക്കെടുത്തുകൊണ്ട് നടത്തിയ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ അട്ടിമറിക്കെതിരെയാണ് ഈ പ്രതിഷേധം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് വിഭജനം ഏറ്റവും അശാസ്ത്രീയമാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് മാത്രമല്ല, ഈ പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ വിവിധ ഘടകകക്ഷികളും അതേ അഭിപ്രായം വിവിധ ഘട്ടങ്ങളിൽ ഈ പഞ്ചായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഒരു വാലും തുമ്പുമില്ലാത്ത, തെക്കും വടക്കും തിരിച്ചറിയാനാകാത്ത, കൃത്യമായ അതിരുകൾ രേഖപ്പെടുത്താത്ത, എവിടെ നിന്ന് വേണമെങ്കിലും വോട്ടുകൾ കൂട്ടിച്ചേർക്കാൻ സാധ്യതയുള്ള രീതിയിൽ ഒരു അശാസ്ത്രീയമായ വാർഡ് വിഭജനം നടത്തുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഞങ്ങൾ അന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആശങ്കകളെല്ലാം അടിവരയിടുന്ന രൂപത്തിലാണ് ഇപ്പോൾ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വോട്ടർ പട്ടികയുടെ അന്തിമ രൂപം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുക. നമുക്കറിയാം, വാർഡ് വിഭജന പ്രക്രിയ പൂർത്തീകരിച്ചതിന് ശേഷം പാണ്ടിക്കാട് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് വരികയും അതനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ധാരാളമായി നൽകുകയും നീക്കം ചെയ്യുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുകയും ഒക്കെ ഉണ്ടായി. ഇതെല്ലാം സൂക്ഷ്മമായ പരിശോധന നടത്തിയതിനു ശേഷം ഒരു പട്ടിക വീണ്ടും നമ്മുടെ പഞ്ചായത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് അന്തിമ പട്ടികയാകുമെന്ന ധാരണയിൽ നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജനാധിപത്യ പ്രക്രിയക്കകത്ത് എല്ലാവരും വോട്ടർമാരായി മാറണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കൽ കൂടി വിട്ടുപോയ ആളുകളുടെ പേര് ചേർക്കുന്നതിന് വേണ്ടിയുള്ള അവസരം എന്ന രീതിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. 1ാം ഘട്ട വോട്ടർ പട്ടിക പരിശോധനയും അതിൻ്റെ പ്രസിദ്ധീകരണം ഉൾപ്പെടെ നടക്കുമ്പോൾ വ്യാപകമായ ഒരു പരാതിയൊന്നും ആ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പ്രധാനമായി ചില പരാതികൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിർത്തികൾക്കനുസരിച്ച് വിഭജിക്കപ്പെട്ട വാർഡുകളുടെ ഉള്ളിൽ നിൽക്കാതെ അതിർത്തികൾക്കപ്പുറത്ത് നിന്ന് വോട്ടുകൾ പുതിയ പട്ടിക തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായി തെറ്റ് ആയി രേഖപ്പെടുത്താനിടയുണ്ട് എന്നതുകൊണ്ട് അത്തരം കുറെ വോട്ടുകൾ വന്നിട്ടുണ്ട്, അത് തിരിച്ചു മാറ്റി ആ രീതിയിൽ ക്രമീകരിക്കണം എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരാതി കൊടുത്തിരുന്നു. അന്നത്തെ ഇലക്ടറൽ ഓഫീസർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇലക്ടറൽ ഓഫീസർ എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും പരാതികൾ കേട്ടു പരിശോധന നടത്തി അദ്ദേഹം പറഞ്ഞ ഇത് വ്യാപകമായ ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് ഒരു ഭാഗത്തു നിന്ന് മാത്രമായിട്ട് മാറ്റിയാൽ എല്ലാ ഭാഗത്തു നിന്നും മാറ്റേണ്ടതായിട്ട് വരും, അപാകതയുണ്ട് എന്നുള്ള നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ നമുക്ക് എവിടെയും ആരുടെയും LDFന്റെ UDFന്റെ ഒന്നും
ബൾക്കായി വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതില്ല, പുതുതായി വോട്ട് ചേരാൻ നൽകിയ അപേക്ഷകൾ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന ഒരു പൊതുവായ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ഇടതുപക്ഷ മുന്നണിയും ഐക്യമുന്നണിയും ഒക്കെ അത് അംഗീകരിക്കുകയും അതിന്റെ ഭാഗമായി അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പക്ഷെ രണ്ടാമത് റിവിഷൻ ആരംഭിച്ചപ്പോൾ വീണ്ടും അപേക്ഷകൾ സ്വീകരിക്കുകയാണ്. വോട്ടർമാരെ ചേർക്കാനുള്ള അപേക്ഷ പൂർത്തീകരിച്ച് കഴിഞ്ഞ 25-ാം തീയതി നമ്മളെ ഹരിദാസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ 25-ാം തീയതി പട്ടിക വരുമ്പോഴാണ് നമ്മൾ അന്തം വിട്ടു പോകുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടതുപോലെ അവർ വാർഡ് വിഭജനം നടത്തുമ്പോൾ 24 വാർഡിലും അവർക്ക് ജയിക്കാൻ പറ്റുമെന്ന അവകാശവാദമാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷെ വോട്ടർ പട്ടിക വന്നപ്പോ 24 വാർഡിലും ജയിക്കണമെങ്കിൽ കൈക്കറിയ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഇലക്ടറൽ ഓഫീസറെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിക്കുകയാണ്. എത്ര ആയിരങ്ങൾ വാങ്ങിയിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ ആ പണി ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും പണം വാങ്ങി ആ സ്വാധീനത്തിന് വിധേയമായിക്കൊണ്ട് നടന്ന പ്രക്രിയയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വശംവദരാകേണ്ടുന്ന കാര്യം ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചില്ല. അവ സ്വാഭാവികമായി പണത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് നേരത്തെയുള്ള ഇലക്ടറൽ ഓഫീസർ ചെയ്യാൻ മടിച്ച കാര്യം അദ്ദേഹം മാറ്റിവെച്ചിട്ടുള്ള കാര്യം ഈ പുതിയ ഘട്ടത്തിൽ 24-ാമത്തെ മണിക്കൂറിൽ 25-ാം തീയതി പ്രസിദ്ധീകരിക്കുന്ന പട്ടികയിൽ 24-ാം തീയതി രാത്രി അർദ്ധരാത്രിയോടുകൂടി വോട്ടർ പട്ടിക പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുകയാണ്. 200-300 വരുന്ന വോട്ടുകൾ വിവിധ വാർഡുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പ്രസിദ്ധീകരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിച്ച രീതി ആണ് നേരത്തെ ഹരിദാസൻ പറഞ്ഞത്. ഇപ്പൊ നമ്മളെ 6-7 വാർഡുകൾക്ക് ഒരു അതിർത്തി പറയുന്നുണ്ട് റോഡ്. ആ റോഡിന്റെ അങ്ങേ ഭാഗത്തുള്ളത് 7ഉം ഇങ്ങേ ഭാഗത്തുള്ളത് 6ഉമാണ്. പക്ഷേ അങ്ങേ ഭാഗത്തുനിന്ന് വോട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോ ഏറ്റവും രസകരമായിട്ടുള്ള സംഗതി ഒരു വാർഡിൽ മാത്രമല്ല പല വാർഡുകളിലും പട്ടിക പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഭർത്താവിനെ അവിടെ നിർത്തിയിട്ടുണ്ട്, പക്ഷേ ഭാര്യയും കുട്ടികളും ഇങ്ങേ വാർഡിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങേപ്പുറത്ത് പിതാവിനെ അവിടെ നിർത്തിയിട്ടുണ്ട്, മാതാവിനെയും മക്കളെയും ഇങ്ങേപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഒരു 4 വീടുകളുണ്ട്. 4 വീടുകൾ ഒരു ഭാഗത്താണ്, തൊട്ട് കിടക്കുന്ന 4 വീടാണ്. ഈ 4 വീടിൽ 3 വീടിനെയും അവിടെ നിർത്തിയിട്ടുണ്ട്. നടുക്കൊരു വീട് UDFന്റെ ആണ്, അതുകൊണ്ട് ആ UDFന്റെ വീടിന് മാത്രം ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഏറ്റവും അശാസ്ത്രീയമായ രീതിയിൽ ആ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ ഒരു തവണയെങ്കിലും ഇത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാർ ആ വോട്ടർ പട്ടിക ഒരു പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ ഭാര്യയെ നിർത്തി ഭർത്താവിനെ വെട്ടിമാറ്റുന്ന ഈ പ്രക്രിയ അവരുടെ ഭാഗത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് എന്ന് പരിശോധിക്കാതെ പണത്തിന് വശംവിധരായിക്കൊണ്ട് ഈ പഞ്ചായത്തിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ നടത്തിയ തീവട്ടി കൊള്ളയുടെ കൂടി ഭാഗമായിട്ടാണ് ഇത്രമാത്രം വലിയ അട്ടിമറി ഇവിടെ നടന്നത്. ഞങ്ങൾ പരാതി നൽകിയിരുന്നു ഇതുപോലെ മാറ്റാൻ. പല വാർഡുകളിലും ഇതുപോലെ ബൾക്കായി വോട്ടുകൾ മറ്റു വാർഡുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, പുതിയ വാർഡ് വിഭജന പ്രക്രിയ അനുസരിച്ച് തയ്യാറാക്കുന്ന രേഖയിൽ അതിന്റെ അനുബന്ധം 2 എന്ന് പറയും. നേരത്തെയുള്ള 23 വാർഡ് 24 വാർഡാക്കുമ്പോൾ അത് അതിർത്തികൾ പറയുന്നതോടൊപ്പം ഓരോ വാർഡിൽ നിന്നും നിലവിലുള്ള ഏതെല്ലാം വീടുകൾ, എത്ര വീടുകൾ മറ്റു വാർഡുകളിലേക്ക് വിട്ടണം എന്നുള്ളതിനെ സംബന്ധിച്ച് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്കുകൾ തയ്യാറാക്കുന്ന രേഖയാണ് അനുബന്ധം 2 എന്ന് പറയുന്നത്. ഈ അനുബന്ധം 2 അനുസരിച്ച് ഇവിടെയുള്ള നേരത്തെയുള്ള 12-ാം വാർഡും 13-ാം വാർഡും ഇപ്പോഴുള്ള 13-ാം വാർഡും 14-ാം വാർഡും അതെടുത്ത് പരിശോധിച്ചാൽ പഴയ 12-ാം വാർഡിൽ നിന്ന് ഒരു വീട് പോലും 13-ാം വാർഡിലേക്ക് മാറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള 13-ാം വാർഡിൽ നിന്ന് ഒരു വീടും 14-ാം വാർഡിക്ക് യഥാർത്ഥത്തിൽ അനുബന്ധം 2 അനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നാൽ വോട്ടർ പട്ടിക വരുമ്പോൾ 1 മുതൽ 91 വരെയുള്ള വീടുകൾ, 1 മുതൽ 91 വരെയുള്ള നേരത്തെയുള്ള 12-ാം വാർഡിലെ 1 മുതൽ 91 വരെയുള്ള വീടുകൾ ഇപ്പോ 14-ാം വാർഡിലെ വോട്ടർ പട്ടികയിലാണ്.
ഒരു വീട് പോലും അനുബന്ധം രണ്ടനുസരിച്ച് 13-ാം വാർഡിലേക്ക് മാറ്റാത്ത ഒരു പഞ്ചായത്തിൽ എങ്ങനെയാണ് ആ 91 വീടുകൾ ഇപ്പുറത്തേക്ക് വരുന്നത്? അതിന്റെ ഒരു ശാസ്ത്രീയത എന്താണ്, അതിന്റെ ഒരു ലോജിക് എന്താണ് എന്നത് ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരൊന്ന് പറഞ്ഞാൽ തർക്കമില്ല. ഞങ്ങൾക്കൊന്ന് പഠിക്കാൻ വേണ്ടിയാണ്. അടുത്ത പ്രാവശ്യം വാർഡ് വിഭജനം നടത്തുമ്പോൾ ഞങ്ങൾക്ക് പണിയൊക്കെ ചെയ്യണല്ലോ. അപ്പൊ അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയണം. അത് അനുസരിച്ച് 300-ലധികം വരുന്ന വീടുകൾ 14-ാം വാർഡിൽ വരാത്ത, പുതിയ 14-ാം വാർഡിൽ വരാത്ത ഏതാണ്ട് 300-ലധികം വരുന്ന വോട്ടുകൾ വേറുണ്ട്. അത് സത്യത്തിൽ അന്തരീക്ഷത്തിലേക്ക് പോകേണ്ട വീടാണ്. അതും 14-ാം വാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഴയ 10ഉം 12ഉമായിട്ട് വിഭജനം നടത്തിയപ്പോ ഇപ്പോഴത്തെ 11, 12, 13-ന്റെ അതിർത്തി പഴയ 10-ൽ നിന്ന് 10-ലേക്ക്, പഴയ 12-ൽ നിന്ന് കുറച്ച് വീട് മാറ്റിയിട്ടുണ്ട്, അതിർത്തിയൊക്കെ പാടുന്നുണ്ട്. പക്ഷേ 200-ലധികം വരുന്ന വോട്ടുകൾ യഥാർത്ഥത്തിൽ 12-ൽ നിലനിൽക്കേണ്ടുന്ന, അല്ലെങ്കിൽ നിലവിലുള്ള 13-ൽ നിലനിൽക്കേണ്ടുന്ന 200-ലധികം വരുന്ന വോട്ടുകൾ ഇപ്പോഴും പുതിയ 11-ൽ നിൽക്കുന്നുണ്ട്. സംഭവം എന്താ? അത് അതിൽ നിന്നാലേ 13-ാം വാർഡ് 12-ാം വാർഡ് UDF ജയിക്കാൻ പറ്റും. ആ വോട്ട് അതിൽ നിന്നിട്ടില്ലെങ്കിൽ UDF ജയിക്കാൻ പറ്റില്ല. അപ്പൊ അതിനൊന്നും ബാധകമല്ലാത്ത രീതിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ആ വോട്ട് അവിടെ നിലനിർത്തിയിരിക്കുക. ഈ നിലനിർത്തിയതിനെതിരായിട്ടുള്ള പരാതി ഞങ്ങൾക്ക് മാത്രമല്ല, ഈ വോട്ട് അതിൽ നിലനിർത്തിയതിനെതിരായിട്ടുള്ള പരാതി ഇവിടുത്തെ പഞ്ചായത്തിലെ ഭരണകക്ഷികൾക്കകത്ത് ചില പാർട്ടി നേതാക്കന്മാർ പരസ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യഭീഷണി അടക്കം മുഴക്കിയ നേതാക്കന്മാരുണ്ട് ഇവിടെ. പക്ഷേ അവർക്ക് പുറത്ത് പറയാൻ മടിയാണ്. പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് അവര് സ്വകാര്യം കാണുമ്പോൾ ഞങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 200-ലധികം വരുന്ന വോട്ടുകളാണ് ആ രീതിയിൽ ബൾക്കായി ആ വാർഡിൽ നിന്ന് ഈ വാർഡിലേക്ക് വരേണ്ടത് അവിടെ തന്നെ നിലനിർത്തി. എന്നാൽ വരണ്ടാത്ത വോട്ടുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചെമ്പ്രശ്ശേരി മേഖലയിലാകെ. ചെമ്പ്രശ്ശേരി മേഖലയിലെ വാർഡുകളിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനവും ചെലുത്താൻ UDF-നാകില്ല എന്നതുകൊണ്ട് ആ വാർഡുകളിൽ അട്ടിമറി നടത്തുന്നതിന് വേണ്ടി 200-ഉം 300-ഉം വോട്ടുകൾ മറ്റു വാർഡുകളിൽ നിന്ന് വെട്ടിമാറ്റിക്കൊണ്ട് അവിടെ ജയിക്കാൻ പറ്റുമോ എന്ന പരീക്ഷണമാണ് UDF പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നടത്തിയത്. ഞാൻ മറ്റ് വിശദമായ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇത് തിരുത്തുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തിലെ ഇലക്ട്രൽ ചുമതല നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല എങ്കിൽ ഏതറ്റം വരെ പോയിക്കൊണ്ട് പഞ്ചായത്ത് ഓഫീസിനകത്ത് നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഉപരോധം സൃഷ്ടിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ വരയ്ക്ക് വരയും നിർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. പാണ്ടിക്കാട് വന്ന പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ മാത്രം വിചാരിച്ച് നടക്കില്ല. ഈ പഞ്ചായത്തിലെ ആയിരക്കണക്കിന് വരുന്ന ആളുകളെ അണിനിരത്തിക്കൊണ്ട് പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് കയറുന്നുണ്ട് ഒരു സമരത്തിന് ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകാനാണ് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അടിയന്തരമായി ഈ തെറ്റുകൾ തിരുത്താൻ തയ്യാറാക്കണം. കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ വോട്ടർ പട്ടികയിൽ വ്യക്തിഗതമായി 18 വയസ്സ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾ നൽകിയ അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ട് ബൾക്കായി വെട്ടിമാറ്റിയ വോട്ടുകൾ തിരിച്ചു മാറ്റുന്നതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കണം. ഇത് ഞങ്ങൾ ഇവിടെ മാത്രമല്ല, പറയാൻ പറ്റുന്നിടത്തും പരാതി കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ ഞങ്ങൾ പരാതിയുമായി പോകും. പക്ഷെ പരാതിയുമായി പോകുമ്പോഴും ഈ ഉദ്യോഗസ്ഥന്മാരുടെ നെറികേട്, പഞ്ചായത്ത് ഭരണസമിതിയുടെ നക്കാപ്പിച്ചക്ക് വേണ്ടി ഒരു പഞ്ചായത്തിനെ ആകെ കുരുതി കൊടുക്കുന്ന, കിട്ടിയ നക്കാപ്പിച്ച വാങ്ങി ഈ രീതിയിൽ അട്ടിമറിക്ക് കൂട്ടി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഒരു പാഠം പഠിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിനേതറ്റം വരെ പോകേണ്ടി വന്നാലും പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.